بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم. السلام عليكم ورحمة الله وبركاته. ഒരു ചോദ്യം, ബറാഅത്ത് നോമ്പ് സുന്നത്തുണ്ടോന്നാണ്. ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഅബാൻ 15 നോമ്പിനെ കുറിച്ചാണ് ചോദ്യം. അതിനാണ് ആളുകൾ ബറാഅത്ത് നോമ്പ് എന്ന് പറയൽ. ഷഅബാൻ 15 സംബന്ധിച്ചിടത്തോളം അന്ന് പ്രത്യേകം ഒരു നോമ്പ് അത് ഇസ്ലാമിൽ സുന്നത്തല്ല. ഷഅബാൻ 15 അന്ന് ഒരു നോമ്പ്. ഷഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഷഅബാൻ മാസം മൊത്തത്തിൽ നോമ്പ് കൂടുതൽ എടുക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നോമ്പെടുത്തിരുന്നു. അപ്പോൾ ആ നിലക്ക് ഒരാൾ കൂടുതൽ നോമ്പെടുത്തു, അപ്പോൾ ഷഅബാൻ മാസത്തിലും അതിൻ്റെ 15 നോമ്പെടുത്തുവെങ്കിൽ അതിൽ പ്രശ്നമല്ല. അതേപോലെ അയ്യാമിൽ ബീദ് നോമ്പെടുക്കുന്നവർ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നമില്ല. പക്ഷേ ഷഅബാൻ 15 പ്രത്യേകം ഒരു നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് അത് സുന്നത്തുള്ളതല്ല. ആ വിഷയത്തിൽ പറയപ്പെടുന്ന ചില ഹദീസുകൾ, അഥവാ ഷഅബാൻ 15 രാവായാൽ അതിൻ്റെ രാവിൽ നിങ്ങൾ നമസ്കരിക്കുകയും പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഹദീസ് അത് ദുർബലാണ്, തീർത്തും ദുർബലമാണ്. ബറാഅത്ത് നോമ്പ് എന്നാണ് അതിന് ആളുകൾ പറയാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു നോമ്പ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ സഹീഹുമല്ല. ഷഅബാൻ 15 രാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാവിൽ അതിൻ്റെ പ്രത്യേകത അറിയിക്കുന്ന ചില അസറുകൾ, ഹദീസുകൾ വന്നിട്ടുണ്ട്. അഥവാ ഷഅബാൻ 15 രാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നോട്ടമുണ്ടാവുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകളിൽ മുശ്രിക്കല്ലാത്ത, മുശാഹിനല്ലാത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, തെറ്റിപ്പിണങ്ങി നിൽക്കാത്ത അള്ളാഹുവിൻ്റെ ദാസന്മാർക്കൊക്കെ പുറത്തു കൊടുക്കും എന്ന് പറയുന്ന ഒരു ഹദീസ് ആ വിഷയത്തിൽ സഹിഹാണ്. ഷഅബാൻ 15 രാവിൻ്റെ വിഷയത്തിൽ, അതായത് അന്ന് ആ രാവിൽ അള്ളാഹുവിൽ നിന്നുള്ള തിരുനോട്ടം ഉണ്ടാവുകയും ഷിർക്ക് ചെയ്യാത്ത, അതേപോലെ അന്യോന്യം തെറ്റി നിൽക്കാത്ത അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അത് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ അതിൻ്റെ രാത്രി ഒരു പ്രത്യേക നിസ്കാരം, പകലിലൊരു പ്രത്യേക നോമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ സന്ധ്യയിൽ ഒരു പ്രത്യേക ചീരണി ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക ആരാധനാ കർമ്മം, ഇതൊന്നും സ്ഥിരപ്പെട്ടു വന്നതല്ല. അത് ആളുകൾ ദീനിൽ പുതുതായി കടർത്തിയ ബിദ്അത്തുകളിൽപ്പെട്ടതാണ്. ഷഅബാൻ 15 രാവിലെ ഒരു പ്രത്യേക നിസ്കാരം, സലാത്തുർ റഗായിബ് എന്ന പേരിൽ, അതേപോലെ തന്നെ പകലിൽ അന്ന് 15 രാവിലെ ഒരു ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ്, അതേപോലെ തന്നെ ഷഅബാൻ 15 രാവായിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക അന്നവിതരണം, അതേപോലെ ചീരണി ഉണ്ടാക്കിയിട്ടുള്ളതായ ഒരു പ്രത്യേക പരിപാടികൾ, ഹലക്കകൾ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നതല്ല. അതൊക്കെ പിൽക്കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഷഅബാൻ 15 രാവ് ആണല്ലോ ഈ പറയപ്പെട്ട രാവ്. ആ രാവിലൊരു പ്രത്യേക നിസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ ചില പണ്ഡിതന്മാർ ഹിജറയുടെ 448 ഞാൻ വായിച്ചതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ഫലസ്തീനോട് അടുത്തൊരു ഗ്രാമത്തിൽ ഒരു സലാത്തുർ റഗായിബ് തുടങ്ങിയതാണ്. 100 റക്അത്ത് നിസ്കാരം, 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറൊക്കെ ഓതിയിട്ടുള്ളതായ ഒരു നിസ്കാരമാണത്. നോക്കി നിങ്ങൾ ബിദ്അത്തുകളുടെ കടന്നു വരൽ. നിസ്കാരം എന്ന പേരിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾ നിസ്കാരമല്ല, എന്തിനാണ് അതിനെ എതിർക്കുന്നത്, ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതലല്ലേ, അതെന്തിനാ, ഈ രീതിയിലായിരിക്കും അതിൻ്റെ തുടക്കം. പക്ഷേ പണ്ഡിതന്മാർ അന്ന് ആ നാട് വിട്ടുപോയി എന്നാണ്. ഒരു ബിദ്അത്ത് തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമെന്ന് പേടിച്ചിട്ട് നാട് വിട്ടുപോയി എന്നൊക്കെ പണ്ഡിതന്മാർ, മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അതിനെക്കുറിച്ച് ഉണർത്തിയത് വായിച്ചത് ഓർക്കുന്നുണ്ട്. ഏതായാലും ഷഅബാൻ 15 രാവിലെ ഒരു പ്രത്യേക ആരാധനാ കർമ്മം, പകലിലൊരു പ്രത്യേക നോമ്പ്, പ്രത്യേകം ഒരു നോമ്പ്, അത് ഒരിക്കലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, പ്രമാണബദ്ധമായിട്ട് അത് ഉള്ളതല്ല. ആ വിഷയത്തിൽ പറയപ്പെടുന്ന ഹദീസുകൾ സഹീഹുമല്ല എന്നുള്ളതാണ്. അല്ലാഹു തആല അലം. അസ്സലാമു അലൈക്കും.